കേരളത്തിൽ ബി.ജെ.പിയുടെ സാധ്യതകൾ കൂടുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യു.ഡി.എഫിൻ്റെ ഭരണം വന്നാൽ വലിയ സാധ്യതയാണ് ബി.ജെ.പിക്ക് മുന്നിൽ തുറന്നിടുന്നത്. അവരുടെ വിഭാഗീയമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടാൻ അവരെ സഹായിക്കും. കാരണം യു.ഡി.എഫിൻ്റെ ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഏതൊരു തീരുമാനവും വലിയ തോതിൽ കേരളത്തിൽ ഇനി മുതൽ വിവാദങ്ങളാകാനുള്ള ചാൻസുകളുണ്ട്. ഇതൊക്കെ വിവാദങ്ങളാകാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതിനേക്കാൾ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. അത് സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ ആളുകൾ വേർഡ് ബൈ വേർഡ് മൗത്ത് ബൈ ടു മൗത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളറിയേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ വിജയം പോലും ഇത്തരത്തിലുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മർമറിങ് ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണ കെ ശൈലജക്കാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. ആ ഭൂരിപക്ഷം ഉണ്ടായത് 60,000-ഓളം വരുന്ന ഭൂരിപക്ഷം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അറിയണം. പക്ഷേ ഇത്തവണ 85,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് നിന്ന് ജയിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളറിയണം. കൂടാതെ ഞാനിപ്പോൾ ലിസ്റ്റുകളൊന്നും എണ്ണി പറയുന്നില്ല. മലപ്പുറത്ത് നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുമൊക്കെ തന്നെ മിക്കവാറും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ ജയിച്ചു വന്നത് വലിയ 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 മാർജിനിലാണ്. ഇപ്പോൾ സമീർ എന്ന് പറയുന്ന ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രികയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ അടുപ്പക്കാരായിട്ടുള്ള അദ്ദേഹം പുതുതായി രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അദ്ദേഹമൊക്കെ തന്നെ ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹമൊക്കെ തന്നെ ജയിച്ചു വന്നത് ഏതാണ്ട് 50,000-ലധികം വോട്ടുകൾക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ വലിയ വിജയം, അവർ 27 സ്ഥലങ്ങളിൽ മത്സരിച്ചു, അതിൽ 22-ലും ജയിക്കുന്നു. വലിയ തോതിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം ലീഗ് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. പക്ഷേ മുസ്ലിം ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇത് എളുപ്പമാകും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിന് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും 77% വരുന്ന സ്ട്രൈക്ക് റേറ്റ് മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ നിയമസഭകളിലേക്ക് മുസ്ലിം ലീഗിന് വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ തോതിലുള്ള ഒരു പ്രചരണം. ഒരു സമുദായം അവരെല്ലാവരും തന്നെ ഒന്നിച്ചു നിൽക്കുന്നു, അവരുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന വലിയ തോതിലുള്ള ഒരു പ്രചരണത്തിന് അത് തുടക്കമിട്ടിട്ടുണ്ട്. സത്യത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല, അതൊരു സമുദായ പാർട്ടിയാണെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവരങ്ങനെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉണ്ടാകാതിരിക്കാൻ വളരെ സസൂക്ഷ്മ നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പം തന്നെ അവർ VS ജോയിയെ മലപ്പുറത്ത് നിർത്തി ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്കൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ളൊരു കാര്യം, ഒരു നരേറ്റീവ്, അതായത് മുസ്ലിം ലീഗിനെ ജയിപ്പിക്കാൻ ആ സമുദായമൊക്കെ തന്നെ ഒന്നിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ബി.ജെ.പിക്ക് മുസ്ലിം ലീഗിൻ്റെ വിജയം തന്നെ വലിയ സാധ്യതയാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ചോദിച്ചേക്കും എന്നുള്ളത് നമുക്കെല്ലാം ഉറപ്പാണ്. അങ്ങനെ ഉപമുഖ്യമന്ത്രി പദം ചോദിച്ചാൽ ഏതാണ്ട് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി കൂടി, ഇതിനു മുമ്പ് 2 പേർ മാത്രമേ അത്തരത്തിൽ ഉപമുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളൂ. അത് ഒന്ന് നമ്മുടെ M.K. മുനീറിൻ്റെ ബാപ്പയാണ്. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് അതിനു മുമ്പ് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 തവണ ഉപമുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ളതുപോലെ ഇത്തവണ ഒരു ഉപമുഖ്യമന്ത്രി കൂടി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ തന്നെ 5ഓ 6ഓ വലിയ സ്ഥാനങ്ങളിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നു എന്ന് പറയുമ്പോൾ, അത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന മുസ്ലിം ലീഗിനെതിരെയുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനങ്ങൾ കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി.ജെ.പിയുടെ MLA-മാരുടെയും സഭകൾക്കകത്തുള്ള വലിയ കോലാഹലങ്ങൾ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടത്, ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഒരു സമുദായം മാത്രം ഒന്നിക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണകളും ഒക്കെ കിട്ടും. ഇതിനിടയിലൂടെയാണ് നിങ്ങൾ അറിയേണ്ടത്, വളരെ ന്യായമായ ആവശ്യമാണ്. ഇപ്പം മലപ്പുറത്തെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ആ 2 പേർക്ക് 2 ജില്ലകളാക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. ആ 2 ജില്ലകളാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുറേ കൂടി ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു താലൂക്ക് ഓഫീസിൻ്റെ കീഴിൽ ഉള്ള ജനങ്ങളുടെ നമ്പർ പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിലുള്ള ജനങ്ങളുടെ നമ്പർ, ഇപ്പോൾ വയനാടോ ഇടുക്കിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലുള്ള ജനങ്ങളുടെ നമ്പറും അതുപോലെ മലപ്പുറത്തുള്ള ജനങ്ങളുടെ നമ്പർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്പറിൽ വലിയ വർധനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സേവനങ്ങൾ കിട്ടാനായിട്ട് വൈകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇങ്ങനെ 2 ജില്ലകളാക്കി വിഭജിക്കണമെന്നും അപ്പോൾ 2 ജില്ലകളിൽ വലിയ അപ്രമാദിത്വം മുസ്ലിം ലീഗിന് ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇൻഡയറക്റ്റായി നടത്തിക്കൊണ്ട് ഒരു സമുദായത്തെ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ലെവൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ വരും.
മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വരുമ്പോൾ, അതായത് ഈ പറയുന്ന മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവൻ ചർച്ച നടക്കുമ്പോൾ, ആ ഇന്ത്യയിൽ ചർച്ച നടക്കുമ്പോൾ പലപ്പോഴും BJPക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള മജോറിറ്റി ഉണ്ടായി പോകുന്ന ആളുകൾക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്നും ദക്ഷിണേന്ത്യക്ക് വലിയ പ്രാധാന്യമില്ലാതായി പോകുമെന്നുമുള്ള നിലവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകളെയും ആ വാദങ്ങളെയും കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ BJP കൗണ്ടർ ചെയ്യാൻ പോകുന്നത് ഇപ്പം തന്നെ മലപ്പുറത്ത് വലിയ ജനസംഖ്യ ഉണ്ടെന്നും ആ മലപ്പുറത്തെ ജനസംഖ്യയിൽ 16ഓളം സീറ്റുകളുണ്ടെന്നും ആ 16 സീറ്റുകൾ ഇനിയും വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമുദായത്തിന് മാത്രമായി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സമുദായത്തിന് വലിയ അഡ്വാൻറ്റേജ് കിട്ടുമെന്നും അത്തരത്തിലുള്ള പാർട്ടികൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം, ഇതിന് ഡിഫൻസ് ഈ ഉയർത്താൻ അവർ തയ്യാറാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്ന് പറയുമ്പോൾ അവർ സംഘടിക്കുന്നു എന്നാൽ നമ്മൾ സംഘടിക്കണ്ടേ എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ള യുക്തിയിൽ പലപ്പോഴും ഇപ്പുറത്തൊരു ഹിന്ദു സമുദായങ്ങളുടെ ഒരു പോളറൈസേഷൻ കൂടി വലിയ സാധ്യതകൾ തുറന്നിടുന്നു. ഇപ്പോഴും നമ്മൾ ഏതാണ്ട് അതിൻ്റെയൊക്കെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വരും നാളുകളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തീവ്രത കൂടും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് യഥാർത്ഥത്തിൽ BJPയുടെ 2036 മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാകും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പ്രചരണങ്ങളെ കൃത്യമായി കോൺഗ്രസും അതുപോലെ CPM-ഉം ഒക്കെ നേരിട്ടില്ലെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ മുസ്ലിം ലീഗിന് പലപ്പോഴും അത്തരം മറുപടികൾ പറയൽ കുറച്ചുകൂടി അസാധ്യമാണ്. ഇപ്പോൾ പോലും നിങ്ങൾക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മറുപടി പറയുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ദുഷ്കരമാകുമ്പോൾ ഇവിടെയുള്ള മറ്റ് പാർട്ടികൾ കൂടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അല്ലെങ്കിൽ 2031 അല്ലെങ്കിലും 2036 ഒരു BJP മുഖ്യമന്ത്രിയിലേക്കുള്ള ചവിട്ടുപടിയായി തീരാം ഇന്ന് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം പോലും എന്നുള്ളത് മുസ്ലിം ലീഗും മറ്റു പാർട്ടികളുമൊക്കെ മറന്നു പോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് നമ്മളിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളതല്ലാതെ മറ്റു വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഓപ്ഷനാണ് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ആ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഒരു മാസം 179 രൂപ അടച്ചോ അല്ലെങ്കിൽ 359 രൂപ, അത് ലെവൽ 2 ആണ്, അതടച്ചുകൊണ്ടോ അല്ലെങ്കിൽ 700-ലധികം രൂപ അടച്ചുകൊണ്ട് ലെവൽ 3യോ, ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ഒരുപാട് ലെവലുകളുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ടും നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വളരെ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറയുക. കൂടാതെ മറ്റേതെങ്കിലും ബിസിനസ് ഹൗസുകളിൽ നിന്നോ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നോ ഇതിന് പരസ്യം മേടിക്കാനെന്നുള്ള സാധ്യതകളൊന്നും നമ്മൾ പരിഗണിച്ചിട്ടില്ല ഇതുവരെ. കാരണം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകും എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം, ഇനി ചെയ്തില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല, ചെയ്യാത്തവരും ഈ വീഡിയോ കണ്ടുകൊണ്ടും കമൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി അതല്ല, ഇത്തരത്തിൽ മന്ത്ലി ഉള്ളൊരു സ്കീമിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം വൺ ടൈം ആയിട്ട് ഒരൊറ്റ തവണത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ താഴെ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. കൂടാതെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ. ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുന്നു, ഇത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ചെയ്താൽ വലിയ നന്ദിയുണ്ട്, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെയ്തില്ലെങ്കിലും നമ്മളുടെ വീഡിയോകൾ മുഴുവനായും തന്നെ കണ്ടുകൊണ്ടും അതിൻ്റെ താഴെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും തന്നെ നമ്മളോടുള്ള പിന്തുണ നിങ്ങൾക്ക് അറിയിക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കുകളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വളരെ വിശദമായി രേഖപ്പെടുത്താം. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട കമൻറ്റുകൾക്ക് മറുപടി പറയുന്ന ഒരു പ്രോഗ്രാം കൂടി നമ്മൾ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു നോക്കട്ടെ. അതും ഒരു മാസത്തിൽ ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 ആയിരിക്കും അത്തരത്തിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുമൊക്കെ കടന്നു വരട്ടെ, നമുക്ക് കുറച്ചുകൂടി ഇൻ്ററാക്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.